ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇപ്പം എല്ലാവർക്കും നല്ല ഒരു വർഷമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എഗ്ഗ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ: ഒരു സവോള 2 എണ്ണം, അതുപോലെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 6 മുട്ടയാണ് ചേർത്തേക്കുന്നത്. അപ്പം നമുക്കിനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിക്കാം. 1/4 സ്പൂൺ കടുക് അതിനകത്തേക്ക് ചേർക്കുക. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഒരു 2 വലിയ സവോളയാണ് ചേർത്തേക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് 2 വെളുത്തുള്ളിയാണ് ചേർത്തേക്കുന്നത്. 2 വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ 2 സവോള ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിനൊപ്പം തന്നെ ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, ഞാൻ ഒരെണ്ണമാണ് ചേർക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് വഴണ്ട് കിട്ടും. അതിനായിട്ടാണ് ചേർത്ത് കൊടുത്തത്. ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങളെല്ലാവരും ന്യൂ ഇയർ ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടോ? ഉള്ളിക്കറിക്ക് നമ്മൾ സവോള നന്നായിട്ട്, മുട്ടക്കറിക്കാണെങ്കിലും നല്ലപോലെ വഴണ്ട് വന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നല്ലപോലെ സവോള ഒന്ന് വഴണ്ട് വരാനായിട്ട് ഞാൻ അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. സവോള ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലകളെല്ലാം തന്നെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നതിന് ശേഷം വരെ നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ഇപ്പം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് പച്ചവെള്ളം ചേർക്കാൻ പാടില്ല. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള സാധനമാണ് മാഗി ക്യൂബാണ് ചേർക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ സ്റ്റോക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഈ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. സ്പെഷ്യലായിട്ടൊക്കെ നിങ്ങൾക്ക് മുട്ടക്കറി വെക്കണമെന്ന് തോന്നുമ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ മാഗി ക്യൂബും ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് പിടിക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
ആ കട്ടയെല്ലാം മാറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ തക്കാളി സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിലും കഴിക്കാം. കുറച്ചും കൂടെ ഗ്രേവി വേണമെന്ന് തോന്നുന്നെങ്കിൽ ഇനി ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കും. അപ്പം അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിനകത്തേക്ക് ചേർക്കുന്ന ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. അത് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി, നന്നായിട്ട് പൊടിഞ്ഞു വന്നോളും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിനകത്തേക്ക്. ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. ഇതിനകത്തേക്ക് ഞാൻ ഒരു 3/4 കപ്പോളം പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് തീ ചെറിയൊരു ഫ്ലെയിമിൽ വേണം ഇട്ടേക്കാൻ. അപ്പോൾ പാലും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാനായിട്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. എന്നും ഒരുപോലെ ചെയ്യുന്ന ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. കസൂരി മേത്തിയൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഇവിടെ ഞാൻ 2 പീസായിട്ടാണ് ചേർക്കുന്നത്. ഒരു മുട്ടേനെ 2ആയിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയെല്ലാം അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയുടെ മഞ്ഞ അധികം ഉടഞ്ഞു പോവാത്ത രീതിയിൽ നമുക്കെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മുട്ടയ്ക്കകത്ത് മസാല വരുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഒരുപാട് അങ്ങിട്ട് ഇളക്കി ആ മുട്ടയൊന്നും പൊടിഞ്ഞു പോവാതെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പം നമുക്കിതിന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചേക്കാം. ആ മുട്ടയ്ക്കകത്തേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിക്ക് നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം. പാല് ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൽ ഓൾ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.